ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തിലാകുമെന്നല്ല, എൻ്റെ കൂടെ സ്വർഗത്തിലാകുമെന്നാണ്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് സ്വർഗം നിർബന്ധമാക്കുന്ന ഇബാദത്താണ്. ബാങ്കിന് ശേഷം നബിതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ട്. അത് ദോരന്നാൽ ശഫാഅത്ത് നിർബന്ധമാകുമെന്നാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫിയ വബഅസുഹു മഖാമൻ മഹ്മൂദൻ الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ആതി മുഹമ്മദനിൽ വസീല. നബി തങ്ങൾക്കുള്ള ദുആണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബി തങ്ങൾക്ക് ദുആ ചെയ്താൽ ശഫാഅത്ത് നിർബന്ധമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചതായി സീറയിൽ പറയുന്നുണ്ട്. അർശിനെ പടച്ചപ്പോൾ അർശ് 24,000 വർഷം വിറച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചപ്പോൾ 24,000 കൊല്ലം അർശ് ഇങ്ങനെ വിറച്ചു. അവസാനം അല്ലാഹു അവന്റെ ഖുദ്റത്തിന്റെ തിരുനോട്ടം കൊണ്ട് അർശിൽ 24 അക്ഷരങ്ങളെ വളഅ ചെയ്തു. 24 അക്ഷരങ്ങളെ അർശിൽ നിശ്ചയിച്ചു. അതോടുകൂടെയാണ് അർശ് അടങ്ങിയത്. ഏതാ 24 അക്ഷരങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം, മുഹമ്മദുർ റസൂലുള്ളാഹ് 12 അക്ഷരം. അങ്ങനെയാണ്. ആ 24 അക്ഷരങ്ങൾ അർശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചപ്പോൾ അർശിന്റെ ഇളക്കം മാറി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ അല്ലാഹുവിന്റെ പേര് അവസാനവും മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ മുത്തുനബിയുടെ പേര് ആദ്യവുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതിൽ അല്ലാഹുവിന്റെ ഇസ്മ അവസാനത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ നബിതങ്ങളുടെ ഇസ്മ ആദ്യത്തിലാണ്. എന്തുകൊണ്ട്? അതിനെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഇസ്മും നബിതങ്ങളുടെ ഇസ്മും തമ്മിൽ അടുപ്പിക്കാനാണ് ഒന്ന് അവസാനത്തേക്കും ഒന്നാദ്യത്തിലേക്കും കൊണ്ടുവന്നത്. അല്ലാഹു ലാ ഇലാഹ എന്നും പറഞ്ഞാൽ അർത്ഥം ശരി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു നിങ്ങളുടെ അവസാനത്തേക്കാക്കി? അല്ലാഹുവിന്റെ ഇസ്മും നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മും അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. റിസാലത്തിനേക്കാളും നുബുവത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തിൽ വേറെയും ആളുകളുണ്ട്, നുബുവത്തിൽ വേറെയും ആളുകളുണ്ട്, മുഹമ്മദിയത്തിൽ വേറെ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിൽ വേറെ 1,24,000 അമ്പിയാക്കളുണ്ട്, നുബുവത്തിൽ വേറെ ആൾക്കാരുണ്ട്. റിസാലത്തിൽ റസൂലിൽ വേറെ ഉണ്ട്, 313 മുർസലീങ്ങളുണ്ട്. മുഹമ്മദിയത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരാൾക്കും ഒരു പേരില്ല, മുഹമ്മദ് എന്ന പേരില്ല. അത് അബ്ദുൽ മുത്തലിബിന് അള്ളാഹു ഇൽഹാമായി നൽകിയതായിരുന്നു ആ പേര്. ഇൽഹാം എന്ന് പറഞ്ഞാൽ നുബുവത്തല്ലാതെ അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെടുന്ന ഉത്ബോധനത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. നുബുവത്തല്ലാത്ത അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ഇൽഹാം, രണ്ടാമത്തേത് മുബശ്ശിറാത്ത്. ഇങ്ങനെ 2 എണ്ണമാണ്.
മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്ന 40 വയസ്സിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നത് സ്വപ്നത്തിലൂടെയായിരുന്നു. അതിന് മുമ്പ് നബി തങ്ങൾക്ക് വഹി എന്ന് പറയാൻ പറ്റൂല, അതിൻ്റെ താഴെയുള്ള ഉത്ബോധനമുണ്ട്, അത് സ്വപ്നം മുഖേനയാണ് നൽകിയിരുന്നത്. അതിനെയാണ് മുബശ്ശിറാത്ത്, നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണും, പുരോഗതികൾക്ക് ആവശ്യമുള്ള ഒരുപാട് സ്വപ്നങ്ങളെ കാണും. അതാണ് മുബശ്ശിറാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൽഹാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ടത് തോന്നേണ്ട നേരത്ത് തോന്നുന്നതിനാണ് ഇൽഹാം എന്ന് പറയാം. ചിലപ്പോൾ നമുക്കും ഉണ്ടാവും, ഇപ്പൊ നല്ലത് അതാണ്, ചില കാര്യങ്ങൾ തോന്നും, അങ്ങനെ അതിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് ഇൽഹാമായി ലഭിച്ചതാണ് ഈ പേര്. മുത്തുനബിയുടെ വാപ്പ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞൂടെ, നബി തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്. മദീനയിൽ വെച്ചാണ് വഫാത്തായത്. മദീനയിലെ മസ്ജിദുൻ നബവിയോട് ചേർന്ന് റൗള ഷരീഫിൽ സലാം പറയാൻ വേണ്ടി നമ്മൾ പ്രവേശിക്കുന്ന ബാബുസലാം എന്ന വാതിലിന്റെ അടുത്തായിരുന്നു എത്രേ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ വാപ്പാന്റെ ഖബറുണ്ടായിരുന്നത്. അടയാളം ബാക്കിയാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷെ കാണലൊന്നുമില്ല. ഉണ്ടായിരിക്കാം, എന്തായാലും കാണലില്ല. ഒരു കാലത്ത് അതിന് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്നാണ് പൊളിക്കപ്പെട്ടതാണ്. ഒരുപാട് ധാരാളം ഖബറുകളുടെ മുമ്പിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. എല്ലാം പൊളിക്കപ്പെട്ട കൂട്ടത്തിൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെയും കുബ്ബയുണ്ടായിരുന്നു, പൊളിക്കപ്പെട്ടു. ബാബുസലാമിന്റെ അടുത്താണ് അതുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ് നബി തങ്ങളെ നോക്കിയിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിൽ ഒരു മുബശ്ശിറാത്ത് എന്ന സ്വപ്നാണുള്ളത്. അത് ആമിന ബീവിയുടെ സ്വപ്നാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് സ്വപ്ന ദർശനമുണ്ടായതാണ്. സഅദിയ ഗോത്രക്കാരിൽ നിന്ന് കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതിൻ്റെ കൂട്ടത്തില് ഹലീമ എന്ന പേരായ ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീക്കാണ് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതനുസരിച്ച് അബ്ദുൽ മുത്തലിബാകുന്ന വല്ലിപ്പാനോട് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഹലീമ എന്ന പേരായ ഒരു പെണ്ണിനാണ് ഈ കുട്ടിനെ കൊടുക്കേണ്ടത്. അന്വേഷിച്ച് നോക്കുമ്പോൾ അത് തള്ളയാണ്. ഏതായാലും ആമിന ബീവി പറഞ്ഞതല്ലേ വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് സംസാരിച്ചു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടിനെ കണ്ടു. അപ്പോൾ യത്തീം കുട്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പൈസ കിട്ടൽ കുറവാകുന്നുള്ളതിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായി. ഹലീമ ബീവിൻ്റെ കൂടെ ഹലീമ ബീവിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു ഞാനൊന്ന് കാണട്ടെയിരുന്നു. അങ്ങനെ ഭർത്താവ് വന്ന് കണ്ട് നബി തങ്ങൾ നോക്കിയപ്പോൾ മോത്ത് നോക്കിയിട്ടൊന്ന് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ മൂപ്പർ പറഞ്ഞു തന്നെ മതിയായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ്. കൊണ്ടതിന് ശേഷം പിന്നെ വലിയ നിയമത്തായിട്ടോ. സാധാരണഗതിയിൽ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കണമെന്നാണ് നിയമം. 1 കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് കൊടുന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകണം. പിന്നെ 1 കൊല്ലം കൂടിയും കഴിഞ്ഞാൽ അന്നത്തെ നിയമം അങ്ങനെയാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ പൂർത്തിയായാൽ തിരിച്ചേൽപ്പിക്കണം, പിന്നെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നബി തങ്ങളെ 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയി. 2 കൊല്ലം ശമ്പളമുണ്ട്, 3-ാമത്തെ കൊല്ലം ശമ്പളമില്ല. ഇനിയും ബൂതിയുണ്ട് 4-ാമത്തെ കൊല്ലം. പക്ഷെ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, നെഞ്ചു കീറിയ അത്ഭുത സംഭവം 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ പേടിയായി. അതുകൊണ്ടാണ് പിന്നീട് തിരിച്ചേൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണും, അന്ന് നബി തങ്ങളെ മലക്കുകൾ വന്ന് നെഞ്ചു കീറി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി മടങ്ങിപ്പോയ ആ സ്ഥലം, സർജറി നടന്ന സ്ഥലം എനിക്ക് നബി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന്. സങ്കല്പമല്ല, ഒറിജിനലാണ്, നടന്ന തന്നെയാണ് അർത്ഥം. ആ സ്ഥലം, സർജറി നടന്ന ആ സ്ഥലം, മുറികൾ തുന്നിയ ആ സ്ഥലം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുവെന്ന്
സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം.